എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ കഴിഞ്ഞ സോളാർ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ഇതിൽ ഞാൻ വീട്ടിൽ സോളാർ വാട്ടർ ഹീറ്റർ, ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ ഇൻസ്റ്റാൾ ചെയ്തതാണ് വിശദീകരിക്കുന്നത്. ഞാൻ ശ്യാം. വീക്കെൻഡ്സ് ചാനലിലെ വീഡിയോകൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അടിക്കടി ഉണ്ടാകുന്ന കറണ്ട് പോക്കിൽ നിന്നും എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് തടസ്സം വരാതിരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് 2000 കാലഘട്ടത്തിൽ വീട്ടിൽ ആദ്യമായി ഇൻവെർട്ടർ വാങ്ങുന്നത്. അന്ന് വാങ്ങിയത് ഒരു 600 VA മോഡിഫൈഡ് സൈൻ വേവ് ഇൻവെർട്ടറും ഒരു സാധാരണ 100 AH ബാറ്ററിയുമാണ്. അന്ന് ഇന്നത്തെ പോലെ ട്യൂബുലർ ബാറ്ററി അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്രിഡ് ഫെയിലർ ഉണ്ടെങ്കിലും ലൈറ്റും ഫാനും ഓഫാകാത്ത 4-5 വർഷം കൂടി കഴിഞ്ഞുപോയി. പക്ഷേ അപ്പോഴേക്കും KSEB ബിൽ കൂടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇൻവെർട്ടർ പഴകിയതിനാൽ വൈദ്യുതി കൂടുതൽ ചെലവാകുന്നതാണ് എന്ന് വിചാരിച്ച് ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോൾ പാചകം ചെയ്യാനുള്ള ഇലക്ട്രിക് ഹീറ്ററിൻ്റെയും വാട്ടർ ഹീറ്ററിൻ്റെയും ഉപയോഗം കൂടിയതാണ് കാരണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ വീട്ടിൽ ആദ്യമായി സ്ഥാപിച്ച റിന്യൂവബിൾ എനർജി ഉപകരണമാണ് സോളാർ വാട്ടർ ഹീറ്റർ. സോളാർ വാട്ടർ ഹീറ്റർ ആദ്യം തിരഞ്ഞെടുത്തതിന് 3 കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഇലക്ട്രിക് വാട്ടർ ഹീറ്ററിൻ്റെ ഉപയോഗം കുറയ്ക്കുക വഴി KSEB ബിൽ കുറവ് വരുത്തുക എന്നതായിരുന്നു. കൂടാതെ ഒറ്റത്തവണ ചെലവിൽ കൃത്യമായി പരിപാലിച്ചാൽ പിന്നീട് തുടർ ചെലവൊന്നും ഇല്ലാത്ത ഒരു സോളാർ ഉപകരണമാണ് സോളാർ വാട്ടർ ഹീറ്റർ. അക്കാലത്ത് 40% സബ്സിഡിയും ഉണ്ടായിരുന്നു എന്നതും മറ്റൊരു ആകർഷണമായിരുന്നു. ഇലക്ട്രിക് ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ വരുന്ന KSEB ബിൽ കുറയ്ക്കാൻ പാചകം കുക്കിംഗ് ഗ്യാസിലേക്കും കുക്കിംഗ് ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സ്വന്തമായി ബയോഗ്യാസ് പ്ലാന്റും ഉണ്ടാക്കി. പിന്നീട് ഇൻഡക്ഷൻ കുക്കർ കൂടി ഉപയോഗിക്കാവുന്ന 5 kVA ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം കൂടി വാങ്ങിയപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കാതെയുമായി. 3-4 വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പഴക്കം മൂലം ഇൻവെർട്ടർ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്ഗ്രഡേഷനെ പറ്റി ചിന്തിച്ചപ്പോൾ ഇൻവെർട്ടർ മോഡിഫൈഡ് സൈൻ വേവ് ആയതിനാൽ സീലിംഗ് ഫാൻ ഉപയോഗിക്കുമ്പോഴുള്ള ശബ്ദ കൂടുതൽ, പ്രിൻ്റർ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ മുതലായവ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവ കണക്കിലെടുത്ത് പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ വാങ്ങാനും അതിൽ സോളാർ പാനൽ കണക്ട് ചെയ്ത് സോളാർ ഹോം ആക്കാനും തീരുമാനിച്ചു. വീട്ടിലെ എല്ലാ ഫാനുകളും ലൈറ്റുകളും TV, ഫ്രിഡ്ജ് തുടങ്ങിയവ പ്രവർത്തിപ്പിക്കാൻ 2 kVA ഇൻവെർട്ടറും 2 ബാറ്ററിയും വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അക്കാലത്ത് മാർക്കറ്റിൽ സോളാർ PCU ഉണ്ടായിരുന്നില്ലാത്തതിനാൽ 2 kVA ഹോം ഇൻവെർട്ടറും 2 150 AH ട്യൂബുലാർ ബാറ്ററികളും 4 250 വാട്ട്സ് പാനലുകളും അതിനുവേണ്ട സോളാർ ചാർജ് കൺട്രോളറും വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ സോളാർ പാനലുകൾ താൽക്കാലികമായി ഉണ്ടാക്കിയ മുളയുടെ ഫ്രെയിമിൽ കെട്ടിവച്ചായിരുന്നു തുടക്കം. പകൽ സമയം ഇൻവെർട്ടറിലേക്കുള്ള KSEB ഇൻകമിംഗ് ഓഫ് ചെയ്തിട്ട് സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് ഉപയോഗിച്ച് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക വഴി KSEBിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നതായിരുന്നു ഏറ്റവും ചെലവ് കുറഞ്ഞ എൻ്റെ ആദ്യത്തെ സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ. കൂടുതൽ പവർ ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാൽ ഇൻവെർട്ടർ ട്രിപ്പായി ഓഫ് ആകുകയും റീസെറ്റ് ചെയ്യേണ്ട വരികയും ചെയ്യും എന്നതൊഴിച്ചാൽ വീണ്ടും 4-5 കൊല്ലം ഇത് നന്നായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഒരു മഴക്കാലത്ത് KSEB പോസ്റ്റ് ഒടിഞ്ഞു വീണ് ലൈൻ പൊട്ടി 2 ദിവസം അടുപ്പിച്ച് വീട്ടിലേക്കുള്ള പവർ സപ്ലൈ ഇല്ലാതായി. ആ സമയത്ത് വാട്ടർ ടാങ്ക് കാലിയായി, വെള്ളം തീർന്നു, വീട്ടുപകരണങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റാതെയും വളരെയധികം പ്രയാസപ്പെട്ടു. അതിനുശേഷം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പവർ സപ്ലൈ എത്ര ദിവസം ഇല്ലാതായാലും വീട്ടിൽ വൈദ്യുതി മുടങ്ങാതെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സോളാർ പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി വീട്ടിലെ ഏറ്റവും പവർ കൂടിയ ഉപകരണങ്ങളായ 1.8 kW മൈക്രോവേവ് ഓവനും 1.5 ടൺ ഇൻവെർട്ടർ ടൈപ്പ് അല്ലാത്ത AC-യും ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാലും ട്രിപ്പ് ആകാതിരിക്കുന്നതിന് 5 kVA ഇൻവെർട്ടർ വേണമായിരുന്നു. പക്ഷേ ആ സമയത്ത് ട്രാൻസ്ഫോമർ ഉള്ള 5 kVA ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കാൻ 8 ബാറ്ററി എങ്കിലും ഇല്ലാതെ പറ്റുമായിരുന്നില്ല. 5-6 വർഷം കഴിയുമ്പോൾ 8 ബാറ്ററി മാറ്റി വാങ്ങാനുള്ള ചെലവോർത്ത് ബാറ്ററിയുടെ എണ്ണം കുറവുള്ള 5 kVA ഇൻവെർട്ടറിനെ പറ്റിയുള്ള അന്വേഷണം 1-2 വർഷം കൂടി നീണ്ടു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും 2 kVA ഇൻവെർട്ടറിൽ തീർത്തും ബാക്കപ്പ് കിട്ടാതായി. ആ സമയത്താണ് അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ പ്രചാരത്തിലുള്ള മിനിമം 4 ബാറ്ററി മാത്രം വേണ്ടുന്ന ഒരു മെയ്ഡ് ഇൻ ചൈന ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ ശ്രദ്ധയിൽപ്പെട്ടത്. സാധാരണ കാണാത്ത കുറേയേറെ ഫീച്ചേഴ്സ് ഈ ഇൻവെർട്ടറിനുണ്ടായിരുന്നു. മിനിമം 4 ബാറ്ററി ഉണ്ടെങ്കിൽ ഈ ഇൻവെർട്ടർ പ്രവർത്തിക്കും. വലിയ ട്രാൻസ്ഫോമർ ഇല്ലാത്തത് കാരണം വളരെ ഉയർന്ന എഫിഷ്യൻസി, ഇൻവെർട്ടർ മാറ്റാതെ തന്നെ പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്യാൻ സൗകര്യം, ഫങ്ഷൻസ് പ്രോഗ്രാം ചെയ്യാനുള്ള ഓപ്ഷൻസ്, വെബ് മോണിറ്ററിംഗ് സംവിധാനം തുടങ്ങിയ കാര്യങ്ങൾ ഇക്കാലത്തും എടുത്തു പറയേണ്ടതാണ്. ഇത്രയധികം പ്രത്യേകതകളെല്ലാം ഉള്ളതുകൊണ്ട് വില വളരെ കൂടുതലാണെങ്കിലും ഈ ഇൻവെർട്ടർ
നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നും ഈ ഇൻവെർട്ടർ വാങ്ങി. ഇൻവെർട്ടറിന് വില കൂടുതലായതിനാൽ കുറഞ്ഞ ചെലവിൽ പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ 4 150Ah ലോക്കൽ മേക്ക് ബാറ്ററി പാക്കാണ് അന്ന് വാങ്ങിയത്. 2 250 വാട്ട്സിന്റെ പാനൽ കൂടി വാങ്ങി നേരത്തെ ഉണ്ടായിരുന്ന 4 250 വാട്ട്സിന്റെ പാനലുകളും കൂട്ടിച്ചേർത്ത് 1.5 കിലോവാട്ട്സ് പാനൽ ഇൻവെർട്ടറിലുള്ള 2 MPPT കൺട്രോളറിൽ ഒരെണ്ണത്തിൽ കണക്ട് ചെയ്തു. അങ്ങനെ KSEB എത്ര ദിവസം മുടങ്ങിയാലും സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കാൻ പറ്റും എന്ന രീതിയിലുള്ള ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചു. പകൽ സമയം ഉപയോഗിക്കാനായി ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഏറ്റവും പവർ കുറഞ്ഞ 1000 വാട്ട്സ് മോഡലും വാങ്ങി കുക്കിംഗ് ഗ്യാസിൻ്റെ ഉപയോഗവും കുറച്ചു. ലോക്കൽ മേക്ക് ബാറ്ററി ആയതിനാൽ 3-4 വർഷം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടാതായി. അതിനാൽ വീട്ടിലെ എല്ലാ ഫ്ലൂറസെൻ്റ് ട്യൂബുകളും മാറ്റി LED ട്യൂബിലേക്ക് കൺവേർട്ട് ചെയ്ത് പവർ കൺസംഷൻ കുറച്ചു. അങ്ങനെ കുറച്ചു നാൾ കൂടി ആ പഴയ ബാറ്ററി പാക്ക് ഉപയോഗിച്ചു. PG പഠനം പൂർത്തിയാക്കി 2015 ജോലി കിട്ടിയപ്പോൾ ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ തയ്യാറെടുത്തു. അങ്ങനെ ലോക്കൽ മേക്ക് ബാറ്ററി മാറ്റി 150Ah 4 എക്സൈഡ് സോളാർ ട്യൂബുലാർ ബാറ്ററിയും വിക്രം സോളാറിൻ്റെ 3.65 കിലോവാട്ട് മോണോപെർക്ക് പാനൽ കൂടി രണ്ടാമത്തെ MPPTയിലേക്കും കണക്ട് ചെയ്തു. അങ്ങനെ സൂര്യപ്രകാശമുള്ള സമയത്ത് 1.5 ടണ്ണിൻ്റെ നോൺ ഇൻവെർട്ടർ ACയും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റം വിപുലപ്പെടുത്തി. കുറച്ച് നാളുകൾക്ക് ശേഷം KSEB ഓൺ ഗ്രിഡ് സിസ്റ്റം സപ്പോർട്ട് ചെയ്തു തുടങ്ങി. ആ സമയത്ത് അതിനും ആപ്ലിക്കേഷൻ കൊടുത്ത് സാങ്ഷൻ കിട്ടിയപ്പോൾ 5 കിലോവാട്ട്സ് പാനൽ കണക്ട് ചെയ്യാവുന്ന ഓൺ ഗ്രിഡ് ഇൻവെർട്ടറും നെറ്റ് മീറ്ററും കൂടി വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തു. ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം കൂടുതൽ കിട്ടിയപ്പോൾ 1600 വാട്ട്സിൻ്റെ 2 ഇൻഡക്ഷൻ കുക്കർ കൂടി വാങ്ങി കുക്കിംഗ് ഗ്യാസിൻ്റെ ഉപയോഗം ഏറെക്കുറെ പൂർണ്ണമായും ഒഴിവാക്കി. രാത്രികാലങ്ങളിൽ KSEBയിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനായി ഫാനുകൾ BLDC ടെക്നോളജിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന പവർ കുറവായതിനാൽ മിച്ചം വരുന്ന പവർ KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. 5 kVA ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറും 5 kVA ഓൺ ഗ്രിഡ് ഇൻവെർട്ടറും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീട്ടിൽ പവർ ഫെയിലിയർ ഇല്ല എന്ന് മാത്രമല്ല എൻ്റെ എനർജി ചാർജസും 0 ആണ്. ഇനി കുറച്ച് കണക്കുകൾ. ഒരു മാസം സോളാർ പ്രൊഡക്ഷൻ ഏകദേശം 389 യൂണിറ്റ്സ്. ഇപ്പോൾ നിലവിലുള്ള KSEB താരിഫ് അനുസരിച്ച് പ്രതിമാസം ലാഭിക്കാവുന്നത് 2859 രൂപ. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നതിനാൽ ഒരു മാസം ശരാശരി ഒരു ഗ്യാസ് സിലിണ്ടർ എന്ന കണക്കിൽ പ്രതിമാസം മിച്ചം പിടിക്കുന്നത് 1210 രൂപ. അങ്ങനെ ഒരു മാസം ലാഭിക്കാവുന്നത് 3969 രൂപ. പ്രതിവർഷം ഏകദേശം 47,500 രൂപയോളം ലാഭിക്കാൻ കഴിയുന്നതാണ് ഈ പ്രോജക്റ്റ്. അതായത് 3 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു കിട്ടുക എന്നത് മാത്രമല്ല, അടുത്ത 2 വർഷത്തെ നീക്കിയിരിപ്പ് കൊണ്ട് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ ബാറ്ററി പാക്ക് മാറ്റാനുള്ള ചെലവും എനിക്ക് തിരികെ കിട്ടും. ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ പ്രധാനമായും എന്നെ സഹായിച്ച സൺ ടെക്നോളജീസ് എന്ന സ്ഥാപനത്തിനും അവരുടെ സാങ്കേതിക സഹായത്തോടും ഫ്ലിന്റ് എനർജി എന്ന സ്ഥാപനത്തോടും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിനുള്ള ഏറ്റവും വലിയ പോരായികയാണ് എത്ര സൂര്യപ്രകാശം ഉണ്ടെങ്കിലും പവർ ഫെയിലിയർ ഉണ്ടായാൽ ഇൻവെർട്ടർ ഗ്രിഡ് എക്സ്പോർട്ടിംഗ് നിർത്തും. അതിനുള്ള പരിഹാരമായി പവർ ഫെയിലിയർ ഉള്ള സമയത്ത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലേക്കുള്ള സോളാർ പവർ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള DC ചേഞ്ച് ഓവർ കൂടി ഭാവിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇനിയും സോളാർ വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അതിനായി വീഡിയോ കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ മിസ്സാകാതെ കാണാൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.